ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നൊരു റീപോർട്ടിംഗ് വീഡിയോ ആണ്. റീപോർട്ട് ചെയ്യുന്നത് കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ബൊഹേമില്ല നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നിറയെ പൂവായിട്ടും കാണാനായിട്ട് സാധിക്കും. റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 പ്ലാന്റാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതൊരു പിങ്കും ഡാർക്ക് പിങ്കും ഒരു ബ്രിക്കിൻ്റെ ഒരു കളറോട് കൂടി മിക്സായി വരുന്നൊരു പ്ലാന്റാണ്. വീഡിയോയിൽ എത്ര ക്ലാരിറ്റി കിട്ടും എന്നറിഞ്ഞുകൂടാ. രണ്ടാമത്തെ ഒരു പിങ്കാണ്, നിറയെ പൂവിടുന്ന ഒരു പ്ലാന്റാണ്. നിറഞ്ഞ് പൂവിട്ട് നിൽക്കുന്നതാണ്, വളരെ മനോഹരമാണ്. മൂന്നാമത് ബട്ടർഫ്ലൈയുടെ ഒരു പ്ലാന്റാണ്. ബട്ടർഫ്ലൈയുടെ ഡാർക്ക് പിങ്കിൻ്റെ ഒരു പ്ലാന്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. പോട്ടി മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്ന മണ്ണ്, അതുപോലെ തന്നെ ഇത് മണൽ നല്ല അളവെടുക്കണം. അങ്ങനെ ഡ്രെയിനേജൊക്കെ ഓക്കെ ആയിട്ട് വെള്ളമൊക്കെ പോകുള്ളൂ. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഒരു എല്ലാവർക്കും അറിയാലോ, ഫെർട്ടിലൈസർ മാത്രമല്ല ഒരു പെസ്റ്റിസൈഡും കൂടിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മുട്ടത്തോടും അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പൊടിച്ചതും കൂടിയാണ് ചേർക്കുന്നത്. കടലപ്പിണ്ണാക്ക് ധാരാളം NPKയും അതുപോലെ മൈക്രോന്യൂട്രിയൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതാണ്. മുട്ടത്തോട് മണ്ണിൻ്റെ pH ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്യുക. പോട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ചട്ടിയിൽ ഹോള് അടയാതിരിക്കാൻ വേണ്ടി ഒരു കട്ടയുടെ ഒരു പീസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് അളവ് നമുക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കളയാം. നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. അതിനുശേഷം ചെടി വെച്ചതിന് ശേഷം ചുറ്റിലുമായിട്ട്, ചെടിക്ക് ഒരു ഷെയ്ക്കും സംഭവിച്ചിട്ടില്ല, ചുറ്റിലുമായിട്ട് നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ചെടി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈവനിങ് ടൈമിൽ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ പകൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വാട്ടം ചെടിക്ക് തട്ടിക്കഴിഞ്ഞാൽ പകലത്തെ ചൂട് അടിച്ച് ചെയ്യുമ്പോൾ അത് വാടിപ്പോകാനും ചെടി നശിച്ചു പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഈവനിങ് ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിണ്ണാക്ക്, മുട്ടത്തോട്, അതുപോലെ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി അതിൻ്റെ ചെറിയൊരളവിൽ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. മുകളിലുള്ള വേരുകൾ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ചെടി വളർന്നു കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുക. എല്ലാം നമുക്കിതുപോലെ തന്നെ റീപോർട്ട് ചെയ്യാം. നമ്മൾ 3 പ്ലാന്റും റീപോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഷെയ്ക്ക് പറ്റിയാൽ മാത്രം, അതായത് ഷെയ്ക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നട്ട് കഴിഞ്ഞു ഒരു ദിവസം ഒരു രാത്രി നമ്മൾ പുറത്ത് വയ്ക്കുക. നേരം വെളുക്കുമ്പോൾ ഷെയ്ക്ക് പറ്റിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ തണലത്തേക്ക് മാറ്റിയാൽ മതി. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വെളിയിൽ തന്നെ വയ്ക്കാം.